അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് ദുബൈയിൽ എത്തിയതിന് ശേഷം ആദ്യത്തെ വെള്ളിയാഴ്ച വന്നിട്ട് എന്ത് ഫുഡ് ഉണ്ടാക്കാന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് മന്തി മദ്ബി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്വന്തം മസാലയിലുള്ള റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പേരിട്ടിട്ടും വിളിക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് മസാല പൗഡറുകൾ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ നമുക്കൊരു ലേശം കുരുമുളകൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതും നമ്മൾ മിക്സിയിലിട്ട് അതിലേക്ക് ഒരു സവാള, ഒരു 4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പുതിന, തൈര് എല്ലാം കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് ചിക്കനിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചിക്കൻ എന്ത് ചെയ്യുക, കുക്കറിൽ ഇട്ടിട്ട് 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കറിൽ 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അത് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് വലിയൊരു ചെരുവം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കാം. അതിലേക്ക് 2 ഉണക്കനാരങ്ങ, കുറച്ച് ഗ്രാമ്പു, ഏലക്ക, പട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കുറച്ച് ക്യാപ്സിക്കം ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് ആ ചിക്കൻ പൊരിച്ചതിന് ശേഷം വന്ന മസാല ഉണ്ടല്ലോ, നമ്മൾ കുക്കറിൽ നിന്ന് എടുത്തിട്ട് ബാക്കി വരുന്ന മസാല അതും കൂടി നമ്മൾ വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ അരിക്ക് വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ ഇവിടെ എന്ത് ചെയ്യാം, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് റൈസ് ആയതിൻ്റെ ശേഷം അതിൻ്റെ മേലെ ഇട്ടിട്ട് ദം ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ദുബൈത്തെ കുറേ ഫ്രണ്ട്സാണ്, അവരുടെ കൂട്ടത്തിലാണ്. നമ്മൾ നാട്ടിൽ നിന്നുള്ള വീഡിയോസ് കുറേ നിങ്ങൾ കണ്ടതായിരിക്കും. ഇപ്പോൾ നമ്മൾ ദുബൈയിലാണുള്ളത്, ഇവിടുത്തെ ഫ്രണ്ട്സ് വേറെയാണ്. അങ്ങനെ നമ്മൾ നല്ല വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റൈസും അതേപോലെ ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി കൂട്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അരി വേവിക്കാൻ വെക്കാം. ഓക്കെ, അതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയതായിട്ട് ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ബാക്കിയുണ്ട്. നമുക്ക് മാഗി ക്യൂബ് ഇതിൽ മസ്റ്റാണ്. ഒരു 3-4 പീസ് മാഗി ക്യൂബ് നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അതല്ലെങ്കിൽ നമ്മൾ ചോറുണ്ടാക്കുന്ന സമയത്ത് ചോറിൽ നമ്മൾ പൊടിച്ച് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും സംസാരങ്ങളുടെ ഒടുവിലൊക്കെ നമ്മൾ ചോറ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കനെ ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 പച്ചമുളക്, 5 പച്ചമുളക് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് റൈസിൻ്റെ ഒപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിഫുള്ളാണ്. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് കുത്തി നിർത്തുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ലേശം ചാർക്കോൾ, അതായത് മന്തി മദ്ബി ആയാലും അതിന് ചെറിയൊരു ചാർക്കോളിൻ്റെ ഫ്ലേവർ ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ചാർക്കോൾ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ലേശം ഓയിൽ കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈദ ഇട്ട് ഒട്ടിച്ചിട്ട് ദമ്മിടുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ ദമ്മിന് ഒരു 20 മിനിറ്റ് ദമ്മിന് ശേഷം നമ്മളിവിടെ റൈസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളെ റൈസും ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടുകാരെയും നമ്മുടെ നാട്ടുകാരെയും എൻ്റെ കുടുംബക്കാരൊക്കെ ഉണ്ട് ഈ കഴിക്കുന്നവർ, എല്ലാവരെയും അഭിപ്രായമാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നോക്കിയാൽ കാണാം, എൻ്റെ ഫുഡ് കഴിച്ചിട്ടുള്ള തടിയാണ് ഈ കാണുന്ന ആൾക്കാർക്കൊക്കെ ഇട്ടാ. ആരെങ്കിലും ഒരു മെലിഞ്ഞ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അപ്പോൾ എങ്ങനെയായാലും എന്ത് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.